എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടാവും. ചൊവ്വാഴ്ചകളാണ് കൂടുതൽ ആളുകൾ വരിക. അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ കാലത്ത് തന്നെ അങ്ങനെയായിരുന്നു അല്ലേ? അതായത് പണ്ട് പൂക്കാലങ്ങളുടെ സമയത്ത് അന്നൊന്നും ഇപ്പോഴത്തെ മാതിരി നമുക്കുള്ള പൊതുപരിപാടികൾ കുറവാണ്. വളരെ പിന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യം. കാരണം അന്ന് ഈ യാത്ര ചെയ്യാനൊക്കെ കാളവണ്ടിയിലൊക്കെ പോകുന്ന സമയമാണ്. പിന്നെ റോഡൊക്കെ വന്നപ്പോഴാണ് പിന്നെ വാപ്പയുടെ ഒക്കെ തിരക്ക് കൂടിയത്. ഇപ്പം മലബാറിലേക്ക് ഇങ്ങനെ മലബാറും അതുപോലെ തെക്കൻ ഭാഗത്തൊക്കെ കാറിലേക്ക് ദിവസം പോയി. അപ്പോൾ പരിപാടികൾ കൂടിയപ്പോൾ ആദ്യത്തെ എല്ലാ ദിവസങ്ങളിലും പിന്നെ വെള്ളിയപ്പം ഇവിടെ ഉണ്ടാവും. പിന്നെ വാപ്പയുടെ തുടക്ക സമയത്തൊക്കെ വാപ്പ ഇവിടെ ഉണ്ടാവും. പക്ഷേ പരിപാടികൾ കൂടിയപ്പോൾ ഒരു ദിവസം ഒരു പിന്നെ ആളുകൾക്ക് ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കും. അന്ന് പിന്നെ ആർക്കും പിന്നെ എപ്പോഴും ചോദിക്കാതെ വരാം. അന്ന് ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പിന്നെ ഒരിക്കലും പുറത്ത് നമ്മൾ പിന്നെ മനഃപൂർവ്വം അയക്കാറില്ല. അല്ലാതെ വിദേശം എന്തെങ്കിലും അത്യാവശ്യമായി പിന്നെ പോകാണ്ടെങ്കിലും മാത്രമേ അന്ന് ഉപയോഗമുള്ളൂ. ശരിക്കും ഇതുപോലെയുള്ളൊരു കൂട്ടായ്മകൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം പോകുകയാണ് ഇപ്പോ. ആൾക്കാർ അവരുടെ ഒരു ലോകത്തേക്ക് ചുരുങ്ങുകയാണ്. ഞാൻ പറയും മറ്റുള്ളവരുടെ സങ്കടങ്ങള് നമ്മുടെ സങ്കടങ്ങളായിട്ട് കൂടെ നമ്മൾ കണക്കാക്കണം. അപ്പോഴാണ് നമ്മുടെ സങ്കടങ്ങൾ അവർ മറ്റുള്ളവരും അവരുടെ സങ്കടങ്ങളായിട്ട് മനസ്സിലാക്കും. ശരിക്കും മനുഷ്യന് അങ്ങനെയാണ് കഴിയേണ്ടത്. അതായത് എൻ്റെ സുഖവും എൻ്റെ സൗകര്യവും നോക്കാതെ മറ്റുള്ളവരുടെ സുഖവും മറ്റുള്ളവരുടെ സൗകര്യവും നോക്കുമ്പോഴാണ് ശരിക്കും ജീവിതത്തിനെ ഈ എന്താണ് പൊടിപ്പും മുളകളും കായകളും പൂക്കളും ഉണ്ടാകുന്ന ഒരു നല്ലൊരു മനുഷ്യ ജീവിതമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇന്ന് മനുഷ്യർ പലപ്പോഴും ഇപ്പൊ ഈ ആത്മഹത്യകളൊക്കെ പെരുകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടു പോകണതാണ്. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ല. അവൻ എല്ലാ മനുഷ്യരോടും ഏത് മതവിശ്വാസിയാണെങ്കിലും അവരുടെ ഇടയിൽ ചെന്ന് അവരൊക്കെ മനുഷ്യരുടെ നമ്മുടെ സ്വന്തമാണെന്നുള്ളൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതെന്തോ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അച്ഛന് ഏതെങ്കിലും പെരുന്നാളില് ഈ ചെറിയ പെരുന്നാൾ ഓർമ്മകൾ എന്തെങ്കിലും ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇതിലാണ് പോയിട്ടുള്ളത്, ഈ ഇഫ്താറുകൾക്ക് കുറെ പോയിട്ടുണ്ട്. അവിടെ ചെന്നിരുന്ന് എല്ലാവരും വന്ന് അവിടെയുള്ള എല്ലാ ജനപ്രതിനിധികളും മാത്രമല്ല എല്ലാ മതസ്ഥരും വന്നിരുന്ന് ഒരുമിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു ആനന്ദത്തിന്റെ സമയമാണ്. ഒരുമിച്ച് നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും അത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. മലേഷ്യയിലുണ്ടായിരുന്നു കേട്ടു. ഞാൻ മലേഷ്യ ഉണ്ടായിരുന്നു. മലേഷ്യയില് എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായിരുന്നു. അല്ല, ഞാൻ അവിടെ പഠിക്കാൻ പോയതാണ്. പക്ഷെ അവിടെ ഏകദേശം 100ഓളം രാജ്യത്തെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ അവരുമായുള്ളൊരു സൗഹൃദം പങ്കിടാനും ആദ്യം ഞാൻ പോയി. എൻ്റെ റൂംമേറ്റ് ഒരു പലസ്തീനിയായിരുന്നു. അന്ന് ഈ പലസ്തീൻ്റെ കഥകൾ കേട്ടാണ് ഞങ്ങൾ എൻ്റെ തുടക്കത്തിലെ പിന്നെ അവിടുത്തെ ജീവിതം ഉണ്ടായത്. അങ്ങനെ അതിനെക്കുറിച്ച് പലസ്തീനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അങ്ങനെയാണ്. അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മലാവി പോലെ രാജ്യങ്ങളിലെ ക്ലാസ്മേറ്റ് ഒക്കെ നമുക്ക് റൂമിലായിരുന്നു. അപ്പോൾ ആ ഒരു അന്താരാഷ്ട്ര ഒരു കൾച്ചർ ഉണ്ടാക്കാൻ പലരും ഇപ്പം ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ ഈ അലുമിനി ഗ്രൂപ്പ് ഇപ്പോഴും പിന്നെ സജീവമാണ്. ഭരണാധികാരികളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അവിടുത്തെ ഭരണാധികാരി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയ ആളാണ്. അതായത് വാപ്പ മരിച്ചതിന് ശേഷം വാപ്പയെ കാണാതെ സാധിച്ചിട്ടില്ല. പക്ഷെ വാപ്പയെക്കുറിച്ച് കേട്ടിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായ സമയത്താണ് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് മലേഷ്യയിൽ നിന്ന് ഇവിടെ വന്ന് പിന്നെ വാപ്പ മരിച്ചൊരു ദിവസങ്ങൾക്കകം വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തു. പിന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ആ ബന്ധം ഇപ്പോഴുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ മലേഷ്യയുടെ പ്രധാനമന്ത്രിയായത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പോയി കണ്ട് അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വീകരണം പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇടയ്ക്ക് ബന്ധപ്പെടാൻ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ഭാഗ്യം ജീവിതത്തിൽ. അടുത്ത കാലത്ത് ഞാനൊരു ഹോട്ടലിൽ കയറിയപ്പോൾ മലേഷ്യയിലത്തെ 1-2 സഹോദരങ്ങളോട് ഫാദർ ഇവിടെ ഉണ്ടോ, ഫാദർ മലേഷ്യയിലേക്ക് വരണം. അവിടെ ഭയങ്കര ആവേശത്തോട് കൂടെ ഒരു കുടുംബം. ഞാൻ പറഞ്ഞു വരാം, നിങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഞാൻ വരാതെ പറഞ്ഞു. അവിടെയൊക്കെ കുറെ മുമ്പ് പോയി സെറ്റിൽ ആയവരാണ് കൂടുതലും. ഇപ്പം ദുബായിക്ക് പോയി എക്സ്പാർട്ടേഴ്സ് അല്ല, അവർ പോയി തിരിച്ചു വരല്ലോ. പക്ഷെ പണ്ട് ഇവിടുന്ന് 2-3 ജനറേഷൻ മുമ്പ് പോയി അവിടെ സെറ്റിലായി അവിടുത്തെ പൗരന്മാരായിട്ട് മാറിയിട്ടുള്ള ആൾക്കാരുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.